ഹായ് ഡിയർ ഫ്രണ്ട്സ്, ശ്രീ സഖാവ് വി എസ് അച്യുതാനന്ദന് നാട് കേരളമൊട്ടാകെ യാത്രാമൊഴിയേകുന്ന ഒരു സന്ദർഭമാണ്. ആ സമയത്ത് ചില ഓൺലൈൻ മീഡിയയിലൊക്കെ കണ്ട ഒരു സംഭവമാണ് വി എസോ ഉമ്മൻചാണ്ടിയോ. ഇതിലാരാണ് ഏറ്റവും കൂടുതൽ ജനസമ്മതൻ, ഏറ്റവും ജനപ്രിയൻ, അല്ലെങ്കിൽ ആരുടെ അന്ത്യയാത്രയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അണിചേർന്നത് എന്നൊക്കെയുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ രണ്ടും രണ്ട് വ്യക്തികളാണ്, രണ്ട് രാഷ്ട്രീയത്തിലുള്ളവരാണ്, രണ്ട് രാഷ്ട്രീയ മൂല്യങ്ങളുള്ളവരാണ്. ഇവർ രണ്ടുപേരും മുഖ്യമന്ത്രിമാരായിരുന്നു. ആ മുഖ്യമന്ത്രിമാരായിരിക്കുന്ന സമയത്ത് തന്നെ അവരെ കൊണ്ടാവുന്നതൊക്കെ നാടിന് ചെയ്തവരുമാണ്. ഇനിയും ഇവരിൽ ഉമ്മൻചാണ്ടി കുറച്ചുകൂടെ ഒരു എല്ലാ ജനങ്ങൾക്കും പാർട്ടി ഭേദമന്യേ പ്രായഭേദമന്യേ എല്ലാവർക്കും പ്രാപ്യനായിട്ടുള്ളൊരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു കോൺഗ്രസ്സുകാരിയല്ല, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വി എസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർട്ടി പ്രവർത്തകർക്കിടയിൽ എല്ലാവരും പറയുന്ന പോലെ ഏറ്റവും ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരൻ. തീർച്ചയായിട്ടും അതെ, അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങോളം അദ്ദേഹം കമ്മ്യൂണിസ്റ്റായിട്ട് തന്നെയാണ് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളെല്ലാം കമ്മ്യൂണിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ഒട്ടും അഴിമതിയില്ലാത്തൊരു നേതാവായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പം വി എസും ഉമ്മൻചാണ്ടി രണ്ടുപേരും സമുന്നതരായ നേതാക്കന്മാർ തന്നെയാണ്. അവരുടെ പാർട്ടിയിൽ ഇവർ കഴിഞ്ഞാൽ ഇനി നമുക്ക് അങ്ങനെ ഒരാളെ ചൂണ്ടിക്കാണിക്കാനില്ല. LDFിലായാലും UDFിലായാലും ഇത്രയും ജനസമ്മതിയുള്ള നേതാക്കളെ ഇനി ഇവർക്ക് ശേഷം ആരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഉള്ള എല്ലാ നേതാക്കന്മാരും ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം, രണ്ട് പാർട്ടിയിലും എവിടെ ആയാലും, രണ്ടല്ല മൂന്നും, എത്ര പാർട്ടിയുണ്ടോ എല്ലായിടത്തും അങ്ങനെ തന്നെ. നമുക്ക് നല്ലൊരു നേതാവിനെ കാണിക്കാനില്ല. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അവരുടേതായിട്ടുള്ള രീതിയിൽ വ്യക്തിപ്രഭാവം സൃഷ്ടിച്ചവർ തന്നെയാണ്, വളരെ വലിയ വ്യക്തിപ്രഭാവം ഉള്ളവർ തന്നെയാണ്. അവർ കഷ്ടപ്പെട്ട് തന്നെയാണ് ഉയർന്നു വന്നത്. അവരോടൊപ്പം നിന്നവരെയൊക്കെ അവർ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടിയിലൂടെ ഒരുപാടധികം, ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാർക്ക് പ്രാപ്യനായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയായിട്ടാണ് എനിക്ക് അദ്ദേഹത്തിനെ തോന്നിയിട്ടുള്ളത്. കൊച്ചുകുട്ടികൾ പോലും ഇപ്പം ഇടുക്കിയിലൊരു പ്രസംഗം നടക്കുന്ന സമയത്ത് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദിയിൽ സദസ്സിലിരുന്നൊരു കുട്ടി ഉമ്മൻചാണ്ടി എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം നിർത്തുകയും ആ കുഞ്ഞിന് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അത് എത്ര മുഖ്യമന്ത്രിമാരെ കൊണ്ട് അത് സാധിക്കും കേരളത്തിൽ എന്ന് എനിക്കറിയില്ല. എനിക്കതത്ര വേറെ ആരെ കൊണ്ടൊക്കെ സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ വി എസിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പാർട്ടിക്കാർ വിളിക്കുന്നതിൽ കണ്ണേ കരളേ വി എസ്. തീർച്ചയായിട്ടും അതെ, പാർട്ടിക്കാർക്ക് അദ്ദേഹം കണ്ണും കരളും ഒക്കെയാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം വി എസിന് പാർട്ടിക്കാർക്കെല്ലാവർക്കും അദ്ദേഹം പ്രാപ്യനായിട്ടുള്ള നേതാവായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി കുറച്ചുകൂടെ കേരളക്കരയ്ക്ക് മൊത്തം പ്രാപ്യനായിട്ടുള്ളൊരു നേതാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ രണ്ട് പാർട്ടിയിലും ഇനിയും ഇവരെ കഴിഞ്ഞാൽ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന നേതാക്കന്മാരില്ല, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നേതാക്കന്മാരില്ല എന്ന് തന്നെ പറയാം.